ഹലോ എവരിവൺ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബുള്ളിങ്ങിനെ പറ്റിയിട്ടാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ വളരെ അനുഭവിച്ചിട്ടുള്ളത്, ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ബുള്ളിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെൻ്റെ ഫാമിലിയിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അതെനിക്ക് പ്രത്യേകം എടുത്ത് പറയണം. കാരണം അതെന്താണ് റീസൺ എനിക്ക് മനസ്സിലാവില്ല. കാരണം ഒരു 10 പേര് കൂടുന്ന ഒരു സഭയിൽ നമ്മളെടുത്തിട്ട് കൊടുക്കുവാണ് ഡിസ്കഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് ആക്ച്വലി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, എല്ലാ മനുഷ്യരിലും പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് കഴിവുകളുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആരും ആരേക്കാളും വലുതൊന്നുമല്ല. മനസ്സിലായോ? ഇത് ജസ്റ്റ് ഒരു ലക്ക് ഫാക്ടറാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, എല്ലാം തികഞ്ഞവരാണെന്ന് തോന്നുന്നത് ആക്ച്വലി ജസ്റ്റ് ഒരു ലക്ക് ഫാക്ടർ, നിങ്ങളുടെ ഒരു വിവരമില്ലായ്മയൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഒരു എല്ലാം തികഞ്ഞു എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരുത്തനെ, കുറ്റവും കുറവുകളുള്ള ഒരാളെ കളിയാക്കുന്നത് അതൊരിക്കലും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ മറ്റൊരുത്തന്നെ സംസാര വിഷയമാക്കാൻ വേണ്ടി ഒരാളുടെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നത് ഒരിക്കലും ഒരു ഹീറോയിസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്യില്ല. ബിക്കോസ് ബുള്ളിങ്ങിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കുഞ്ഞിലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരുപാട് കഴിവുകളുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, അത് ഒരിക്കലും അവരവരുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്തത് ഈ ബുള്ളിങ് പേടിച്ചിട്ട് തന്നെയാണ്. കാരണം ബുള്ളിങ്ങിന് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതും ഈ ബുള്ളിങ് പേടിച്ച് തന്നെയായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെയും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു വലിയ പൊസിഷനിലെത്തേണ്ട ആളായിരിക്കും, അല്ലെങ്കിൽ വലിയ കഴിവുള്ള ഒരാളായിരിക്കും. പക്ഷെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ പേടിച്ചിട്ട് അവരിങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, എല്ലാം ഉള്ളിലടക്കി ജീവിക്കുവാണ്. സോ ഒരാളെ കളിയാക്കുന്നത് അത്ര ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു ഇതാണ് അല്ലേ. ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാണ്ട് ഞാനെല്ലാം തികഞ്ഞവനാണ്, അതുകൊണ്ട് എനിക്ക് ആരെന്തും പറയാനുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം മാക്സിമം ആരെയും ബുള്ളി ചെയ്യാതിരിക്കുക. ഓക്കെ.